ചുറ്റും ചൂടേറിയതും പരന്നു കിടക്കുന്നതുമായ മരുഭൂമിയുള്ള യുഎഇയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴയും ആലിപ്പഴ വീഴ്ചയും തുടർന്ന് റോഡും വഴിയും നിറയെ ഐസ് കട്ടകൾ കൊണ്ട് മൂടിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. വർഷത്തിൽ പല സമയങ്ങളിലായി 40 ഡിഗ്രിയിലധികം ചൂട് അനുഭവിക്കുന്ന യുഎഇ നിവാസികൾ മഴ ലഭിക്കാനായി കൃത്രിമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മഴ വർദ്ധിപ്പിക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ക്ലൗഡ് സീഡിംഗ് സാങ്കേതിക വിദ്യയാണ് പ്രയോഗിക്കുന്നത്. ക്ലൗഡ് സീഡിംഗ് എന്ന ടെക്നോളജി എന്താണ്? യുഎഇയിൽ മഴ ലഭിക്കാൻ കാരണം ഈ വിദ്യ മാത്രമാണോ എന്നൊക്കെ നോക്കാം. മഴ പെയ്യാൻ സാധ്യതയുള്ള മേഘങ്ങളെ കണ്ടെത്തുകയാണ് ഈ ക്ലൗഡ് സീഡിംഗിന്റെ ആദ്യ പടി. ശേഷം നിശ്ചിത അനുപാതത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മിശ്രിതം ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് മേഘങ്ങളിൽ വിതറും. ഉപ്പുപോലെയുള്ള പദാർത്ഥങ്ങളാണ് മേഘങ്ങളിൽ തളിക്കുന്നത്. രാസപദാർത്ഥങ്ങളായ സിൽവർ, അയോഡൈഡ്, ഡ്രൈ ഐസ് എന്നിവ 0 ഡിഗ്രിയേക്കാൾ താഴ്ന്ന ഊഷ്മാവിൽ മേഘത്തിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത്. മേഘങ്ങളുടെ ഘടനയിൽ മാറ്റം വരുത്താൻ ഈ ക്ലൗഡ് സീഡിംഗ് വഴി സാധിക്കും. സാധാരണ രീതിയിൽ മഴ ലഭിക്കാതിരിക്കുകയും ചൂട് അസഹ്യമാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ യുഎഇയിൽ കൃത്രിമമായി മഴ പെയ്യിക്കാറുള്ളത്. പൊട്ടാഷ്യം, മഗ്നീഷ്യം, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഉപ്പിൽ കലർത്തിയുള്ള മിശ്രിതമാണ് മേഘങ്ങളിൽ വിതറുക. മേഘങ്ങളെ നിരീക്ഷിച്ച് മഴ മേഘങ്ങളെ കണ്ടാൽ ഉടനടി വിമാനത്തിലെത്തി ക്ലൗഡ് സീഡിംഗ് നടത്തുകയാണ് പതിവ്. വരൾച്ച ഒഴിവാക്കാൻ മാത്രമല്ല, വായുമലിനീകരണം കുറയ്ക്കാനും ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കാറുണ്ട്. വലിയ ചിലവ് വരുന്ന ക്ലൗഡ് സീഡിംഗ് എപ്പോഴും വിജയിക്കണമെന്നില്ല. അതിനാൽ പെയ്യുന്നത് കൃത്രിമ മഴയാണോ യഥാർത്ഥ മഴയാണോ എന്ന് തിരിച്ചറിയാനും കഴിയില്ല. ഒരു തവണ ക്ലൗഡ് സീഡിംഗ് നടത്തിയാൽ എത്ര മഴ ലഭിക്കുമെന്ന് പറയാനും കഴിയില്ല. യുഎഇയിൽ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത് 1990-ലാണ്. എന്നാൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള പദ്ധതിയായി ക്ലൗഡ് സീഡിംഗ് ആരംഭിച്ചത് 2010-ലാണ്. യുഎഇയിലെ അലൈൻ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്ന് ക്ലൗഡ് സീഡിംഗിനായി കണ്ടെത്തിയ മേഘങ്ങളിൽ ചെന്ന് പദാർത്ഥങ്ങൾ വിതറുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഈ പ്രക്രിയ വലിയ ചിലവേറിയതുമാണ്. ഓരോ വർഷവും 1000 മണിക്കൂറാണ് യുഎഇ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത്. അതായത് വർഷം തോറുമുള്ള ചെലവ് 10 കോടിയിലധികം ഇന്ത്യൻ രൂപയാണ്. 4 മണിക്കൂർ പ്രവർത്തന സമയത്തിൽ 24 മേഘങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് നടത്താനായി 4 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപയാണ് ചിലവാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. പ്രതിവർഷം 1000 മണിക്കൂർ മിനിമം യുഎഇ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ മഴ വർദ്ധിപ്പിക്കുന്നതിനായി റെയിൻ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമും യുഎഇ നടത്തുന്നുണ്ട്. മഴയുടെ തോത് വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്കായുള്ള ഗവേഷണങ്ങളും നടക്കുകയാണ് ഇതിലൂടെ. പല സ്ഥലങ്ങളിലും മഴയുടെ ലഭ്യത ഉണ്ടാകുമ്പോൾ യുഎഇയിൽ താരതമ്യേന കുറവായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ക്ലൗഡ് സീഡിംഗ് നടത്തിയതിലൂടെ രാജ്യത്തെ മഴയുടെ തോത് 35% വരെ ഉയർത്താൻ കഴിഞ്ഞുവെന്നാണ് അധികൃതർ പറയുന്നത്.